ഡേവിൾസ് ലവ്, രചന നന്ദന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഓ, പണ്ടത്തെ വീരശൂര പരാക്രമിയായിരുന്നല്ലോ. ഡെയിലി മതിൽ വലിഞ്ഞേറി നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നിരിക്കണം. അതും പിരിവിരുത്തുകൊണ്ട് ആ സൂര്യന്റെ കയ്യിൽ പിടിച്ചെങ്ങനെയൊക്കെയോ ആ മതിലിലേക്ക് വലിഞ്ഞേറി. ചാടിക്കോളാം മോനെ, അതും പറഞ്ഞുകൊണ്ട് സൂര്യൻ മുന്നേ ചാടിയതും തൊട്ടു പിന്നാലെ തന്നെ ദത്തിനും എടുത്തിയാടി. അയ്യോ അമ്മേ! ദത്തിന്റെയും സൂര്യന്റെയും നിലവിളി ഒരുപോലെ അവിടുന്ന് ഉയർന്നു കേട്ടു. ഇതേ സമയം വീടിനകത്ത് കട്ടിൽ കെട്ടിപ്പിടിച്ചിറക്കിയായിരുന്ന രേവതിയും തനുവും ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു. എന്താ അമ്മ ഒരു ശബ്ദം കേട്ട്? തനു നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചതും രേവതി അറിയില്ലെന്ന രീതിയിൽ തലയാട്ടി. വാ നോക്കാം. പുറത്ത് വീണ്ടും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടതും രേവതി അഴിഞ്ഞുകിടന്ന മുടി വാരി കെട്ടിക്കൊണ്ട് കട്ടിലിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി. തൊട്ടു പിന്നാലെ തന്നെ ചുമരോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞുവിനെ പുതപ്പെടുത്ത് മൂടിക്കൊടുത്തുകൊണ്ട് തനു അവളുടെ അരികിലേക്ക് ചെന്നു. അതേസമയം താഴേക്ക് ചാടിയ ദത്തൻ സൂര്യന്റെ പുറത്തേക്കായിരുന്നു വീണത്. അതിന്റെ വിളികളായിരുന്നു കുറച്ചു മുന്നേ കേട്ടത്. ചാടാൻ പറഞ്ഞപ്പോ എന്റെ പുറത്തേക്ക് ചാടാനാണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞ്. അമ്മേ പറഞ്ഞുകൊണ്ട് സൂര്യൻ നടുവളച്ചുകൊണ്ടൊന്ന് സ്ട്രെച്ച് ചെയ്തു. അത് പിന്നെ അമ്മ ചാടിയപ്പോ ചെറുതായിട്ട് കാലു സ്ലിപ്പായതാ. അവനൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു കേട്ട് സൂര്യൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അമ്മാവനിങ്ങനെ നോക്കി പേടിപ്പിക്കാതെ. ഈ മരുമോനൊരു അബദ്ധം പറ്റിയല്ലേ. പോട്ടെ അമ്മാവാ, നമുക്ക് നമ്മളെ പൊണ്ടാട്ടിമാരെ കാണണ്ടേ. അവൻ പറഞ്ഞു കേട്ട് അയാളുടെ കണ്ണുകൾ വിടർന്നു. ആ വാട മോനെ, ഇപ്പൊ ചെന്ന് വാതിൽ തട്ടിയ ചിലപ്പോ നേരം വെളുക്കുമ്പോഴെങ്കിലും അവന്മാർ വാതിൽ ഓർക്കുമായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് അയാൾ അവന്റെ തോൾ കൈയിട്ടതും അവൻ തിരിച്ചയാളുടെ തോൾ കൈയിട്ടു. അങ്ങനെ ഇരുവരും കൂടി തോൾ കൈയിട്ട് മച്ച മച്ച പാടിക്കൊണ്ട് ആ വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു. ഇതേ സമയം ഉമ്മറവാതിലിനരികിലേക്ക് ചെന്ന രേവതി പുറത്താരക്കോ സംസാരിക്കുന്ന കേട്ടതും തിരിഞ്ഞ തനുവിനെ നോക്കി. പുറത്താരക്കോ ഉണ്ട് മോളെ, ആർ പേടിയോടെ പറഞ്ഞു. തനുവിലും പേടി നിറഞ്ഞു. വാതിലോർക്കണ്ടമ്മ, വല്ല കള്ളമാരുവാണെങ്കിലോ? അവൾ പേടിയോടെ പറഞ്ഞതും അവൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി. ശേഷം പുറത്ത് വീണ്ടും എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നിന്നു. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ജനലിലൂടെ നോക്കിയപ്പോൾ പുറത്താരാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റിയില്ല. നിമിഷങ്ങൾ കടന്നുപോയതും വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടിത്തരിച്ചു പോയി. അമ്മേ, എനിക്ക് പേടിയാവുന്നു. തനു പേടിയോടെ രേവതിയെ ചുറ്റിപ്പിടിച്ചു. രേവതിയിലും ഭയം നിറഞ്ഞു. അപ്പോഴേക്കും വാതിൽ വീണ്ടും മുട്ടുകേട്ടു. മോളിവിടെ നിൽക്ക്, അമ്മ ഇപ്പൊ വരാം. രേവതി എന്തോ തീരുമാനിച്ച പോലെ തനുവിനോടായി പറഞ്ഞു. അയ്യോ, അമ്മയോട് പോവാ. തനുവിൽ അപ്പോഴും ഭയം തന്നെയായിരുന്നു. അമ്മ ഇപ്പൊ വരാം മോളെ, ഒരു കാര്യമുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ആളവിടെ നിർത്തിയ ശേഷം രേവതി അടുക്കള ഭാഗത്തേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്ന രേവതിയുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. നെല്ലുകുത്താൻ ഉപയോഗിക്കുന്ന ഒലക്കയും കുറ്റിച്ചൂലും. ഇതൊക്കെ എന്താ മേ? രേവതി അടുത്തേക്ക് വന്ന് തനു അത്ഭുതത്തോടെ ചോദിച്ചു. അതൊക്കെയുണ്ട് മോളുതാ, ഇത് പിടിക്ക്. ഇന്ന് അമ്മയുടെ അസുഖം ഞാൻ തീർത്തരാം. പണ്ട് ഇതുപോലെ വാതിൽ മുട്ടാൻ വരുന്നമാർക്ക് തന്നെ ഞാൻ ഇത് തന്നെ പ്രയോഗിച്ചിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൾ കുറ്റിച്ചൂലെടുത്ത് തനുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. മോൾ കുറച്ച് പിന്നിലേക്ക് മാറിക്ക്. അകത്തായിരുന്ന ആ നിമിഷം തന്നെ മുട്ടുകാർ നോക്കിയൊന്ന് കൊടുക്കണം. ഇനി അവന്മാര് ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കരുത്. രേവതി പറഞ്ഞു കേട്ട് തനു അവരെ അന്തം വിട്ട് നോക്കി നിന്നു. അപ്പോഴേക്ക് അവർ തനുവിനെ പിടിച്ച് പിന്നിലേക്ക് മാറ്റി നിർത്തി. ശേഷം അവരും ഡോറിന്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നു. നിലാവെളിച്ചത്തിൽ മങ്ങിയ പ്രകാശം മാത്രം അവിടെ ആകെ നിറഞ്ഞു നിന്നു. പതിയെ വാതിലിന്റെ ഓടാമ്പലെടുത്തുകൊണ്ട് അവൾ പിന്നിലേക്ക് വലിച്ചും തൊട്ടടുത്ത നിമിഷം ഒരു കാലകത്തേക്ക് വന്നു. നിമിഷ നേരം കൊണ്ട് രേവതിയുടെ കയ്യിലിരുന്ന ഒലക്ക ഒന്ന് ഉയർന്നു കഴിഞ്ഞു. അയാളുടെ ശബ്ദത്തോട് ഉയർന്നു കേട്ടതും തൊട്ടടുത്ത നിമിഷം തനു മുന്നോട്ട് വന്ന് കുറ്റിച്ചോലുകൊണ്ട് അയാളെ മണ്ടക്ക ആഞ്ഞടിക്കാൻ ഓങ്ങി. അയ്യോ കൊല്ലല്ലേ! അയാൾ അലറിക്കൊണ്ട് തലയിൽ കൈവച്ചു. ഈ ശബ്ദം ഞാൻ എവിടെയോ? തനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ ആളൊന്ന് ഉയർന്നു പൊങ്ങി. ഓഹ് അമ്മേ, എന്നെ വീട്ടാ! തന്നെ എടുത്തുയർത്തിയിരിക്കുന്നവനെ താനും കുറ്റിച്ചൂലുകൊണ്ട് തലങ്ങും വിലങ്ങും തല്ലി. അപ്പോഴേക്കും അയാൾ ആളൊരു കയ്യിൽ താങ്ങിക്കൊണ്ട് സ്വിച്ച് ബോർഡ് കണ്ടെത്തി ലൈറ്റ് ഓൺ ചെയ്തിരുന്നു. മുറിയിലാകെ പ്രകാശം പരന്നു. തനയാളെ കയ്യിൽ കിടന്ന് കുതിര മാറിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ദേവേട്ടൻ! തന്റെ അടിയിലാകെ വശം കെട്ട് തന്നെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ദത്തനെ കണ്ടവൾ അന്തം വിട്ടുകൊണ്ട് നോക്കി നിന്നു. പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ തിരിഞ്ഞു നോക്കിയതും മുന്നിലെ കാഴ്ച കൊണ്ടൊരു നിമിഷം തന്നെ സ്തബ്ധയായി നിന്നു. അച്ഛൻ! കാൽമുട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിലത്തിരിക്കുന്ന സൂര്യനെ കണ്ടതും തനു ദയനീയമായി രേവതിയെ നോക്കി. അവരും ആകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർ ഒരിക്കലും ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതും പാതിരാത്രി 12 മണി കഴിഞ്ഞ നേരത്ത്. അവിടെ ഇരിപ്പും കോലൊക്കെ കാണുമ്പോൾ തന്നെ രണ്ടും നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അയ്യോ അമ്മേന്റെ കാല്! തല്ലി ഒടിച്ചിലോടെ ഈ മൂദേവി നിന്റെ കാല്! 22 വർഷം നിന്നെ തിരിഞ്ഞു നോക്കാതിന് നീ തന്ന ശിക്ഷയാണോടി ഇത്? പെട്ടെന്ന് സൂര്യൻ കപട ദേഷ്യത്തോടെ രേവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരെന്ത് പറയണമെന്നറിയാൻ നിന്നു. ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവരാകെ പതറിപ്പോയിരുന്നു. അയ്യോ, എനിക്ക് വേദന സഹിക്കാൻ വയ്യേ, എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കണേ!
ഒരു കൈ കൊണ്ട് കാൽമുട്ടിലും മറുകൈ മുകളിലേക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ അവിടെ ഇരുന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ രേവതി അങ്ങനെ തന്നെ നിന്നു. ആൾ ദയനീയമായി ദത്തനെയും തനുവിനെയും നോക്കി. ദത്തൻ ആ സമയം സീലിംഗിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. രേവതിയുടെ അവസ്ഥ കണ്ട് തനു മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും ദത്തൻ അവിടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിർത്തി. എന്തി കാണിക്കുന്നത്? എന്റെ വീട്ട് കിടന്ന് പിഴകാതെ അടങ്ങി നിൽക്കടി. ആളും അവന്റെ കയ്യിൽ കിടന്ന് കുത്തിരിയതും അവന്റെ ചുണ്ടുകൾ അവിടെ ചെവിയടക്കിലൊന്നും അമർന്നു. ആളൊരു ഞെട്ടിലവിടെ തിരിഞ്ഞു നോക്കിയതും അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു കൊടുത്തു. എന്റെ കൊച്ചി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അവര് കെട്ടിയോനും കെട്ടിയോളും കൂടെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ അതിൽ ഇടപെടണ്ട. അല്ല, അത് അച്ഛന്റെ കാല് നിന്റെ അമ്മയിലെ തല്ലി ഓടിച്ച് അത് നിന്റെ അമ്മ തന്നെ നോക്കിക്കോളൂ. നീ ഇപ്പൊ ഇങ്ങോട്ട് വാ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെയും പിടിച്ചു വലിച്ചൊരു മുറിയിലേക്ക് കയറി. അവർ പോകുന്ന നോക്കുന്ന രേവതിയുടെ കണ്ണുകൾ നിസ്സായതോടെ നിലത്തിരിക്കുന്നതിലേക്ക് നീണ്ടു. അമ്മേ, എനിക്ക് സഹിക്കാവയ്യേ. അതുവരെ ഒരു പുഞ്ചിരിയോടെ അവിടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നവൻ പെട്ടെന്ന് കാൽമുട്ടിലേക്ക് കൈവച്ചുകൊണ്ട് വീണ്ടും അലറി വിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യൂപ്പോ? ഈ അവസ്ഥയിലൂടെ ഇട്ടിട്ട് പോകാനും തോന്നില്ലല്ലോ എന്റെ മഹാദേവ. അവർ പിറിവിറുത്തു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചതിന് ശേഷം അവൾ വേഗം വാതിലടച്ച് കുറ്റിയിട്ട് ശേഷം രണ്ടും കൽപ്പിച്ച് അവനെ പതിയെ നിലത്തുനിന്നും പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പതിയെ എഴുന്നേക്ക്. അയ്യോ! അവൻ ഉറക്കി വിളിച്ചുകൊണ്ട് അവരുടെ തോളിലൂടെ കൈയിട്ട് പതിയെ എഴുന്നേറ്റു. അയ്യോ അലറല്ലേ, അപ്പുറം ഇപ്പുറൊക്കെ ആൾക്കാരുള്ളതാ. പിന്നെ വേദന എടുക്കുമ്പോ ഞാൻ പൊട്ടിച്ചിരിക്കണോ? എന്റെ കാലടിച്ചൊടിച്ചിട്ട് അമ്മേ. അവനവളെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ മുഖം കുനിച്ചു. അത് ഞാൻ കള്ളന്മാരും അല്ലാണെന്ന് കരുതി, അല്ലാതെ മനഃപൂർവ്വമല്ല. അവൾ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ അവളുടെ തോളിലൂടെ കൈയിട്ട് പതിയെ മുടന്തി സോഫയിലേക്ക് വന്നിരുന്നു. അവനിരുന്നു. അവൾ മുറിയിലേക്ക് കയറിപ്പോയി. ഇവളിതെവിടെ പോയി? കുറെ നേരമല്ലോ പോയിട്ട്. മുറിയിലേക്ക് കയറിപ്പോയ രേവതിയെ കാണാമെന്നും സൂര്യൻ പതിയെ പിറിവിറുത്തു. ശേഷം അടികൊണ്ട കാലിലൊന്ന് തൊട്ടു. ശക്തമായ അടിയില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ വേദനയേ ഉള്ളൂ. അടി വരുന്നുണ്ടപ്പോ തന്നെ കാലൊലിച്ച് നന്നായി, ഇല്ലെങ്കിൽ പൊടിഞ്ഞ കാലമായിട്ട് നീണ്ടു തുറന്ന് കിടക്കായിരുന്നു. അവൻ ആത്മഹതിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി. ഈശ്വര, എന്നെ ഇവിടെ ഇരുത്തിയിട്ട് അവൾ മുറി പോയി കിടക്കുവാണോ? എങ്കിൽ പിന്നെ അഭിനയിച്ചു കൂട്ടുന്നൊക്കെ വെറുതെ ആവൂല്ലോ ഭഗവാനെ. വീണ്ടും അവൻ അവൾ പോയ വഴിയെ നോക്കി ഓരോന്നും പിറുവിറുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ മുറിയിൽ നിന്ന് എന്തോ ഒരു സാധനം കയ്യിലെടുത്തുകൊണ്ട് വരുന്നത് കണ്ടത്. അവൾ വരുന്ന കണ്ടതും അവൻ വേഗം കാൽമുട്ട് ഒഴിഞ്ഞുകൊണ്ടിരുന്നു. അമ്മേ, എന്തൊരു വേദന. ആൾ വരുന്ന ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൻ നിലവിളിച്ചു. എവിടെ നോക്കട്ടെ. ആൾ നടന്നു വന്ന് അവന്റെ അരികിലായി നിലത്ത് മുട്ടുത്തിരുന്നുകൊണ്ട് ചോദിച്ചു. എന്ത്? തന്റെ അരികിലായി വന്നിരിക്കുന്നവൾ നോക്കി അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ആൾ അവനെ രൂക്ഷമായി നോക്കി. കാല് കാണിക്കാനാ പറഞ്ഞ്. ആളവനെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അവനൊരു പുഞ്ചിരിയോടെ വലങ്കാലം അവൾക്ക് നേരെ നീട്ടി വെച്ചു കൊടുത്തു. ആളവന്റെ കാലിൽ അടികൊണ്ട ഭാഗത്ത് കൈവച്ച് അമർത്തി നോക്കി. അവനൊന്ന് എരിവലിച്ചും അവൾ കയ്യിലിരുന്ന കുഴമ്പെടുത്ത് അവളെ തേച്ചിടിപ്പിച്ചുകൊണ്ട് പതിയെ തടവി കൊടുത്തു. എനിക്കറിയാം രേവു, നിന്റെ മനസ്സിൽ എന്നോടൊരു കടലോളം സ്നേഹം തന്നെയുണ്ട് എന്ന്. എന്നാൽ ആ സ്നേഹത്തിന് മീതെ ഞാൻ ചെയ്ത തെറ്റുകളുടെ കൂമ്പാരം വന്ന് വീഴുമ്പോൾ നീ അതിനെ മനഃപൂർവ്വം മറച്ചുപിടിക്കുക. എന്നെങ്കിലും ഒരു നാളത് മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും രേവു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിന്റെ സൂര്യേട്ടൻ. പക്ഷെ അതിനുവേണ്ടി ഞാൻ വെറുതെ അങ്ങ് കാത്തിരിക്കില്ല കേട്ടോ. ദേ, ഇതുപോലെയുള്ള എൻ്റെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ട് തന്നെയായിരിക്കും. അവൾ തന്നെ ശുശ്രൂഷിക്കുന്ന നോക്കിയിരുന്ന സൂര്യൻ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അവളുടെ തോളിൽ മുറുകെ പിടിച്ച്. അമ്മേ. ആളും ദേഷ്യപ്പെട്ട് നോക്കിയതും അവൻ വേദന എടുക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് അവളുടെ മുന്നിലിരുന്നു. അതോടെ അവളൊരു നെടുവീർപ്പോടെ വീണ്ടും അവന്റെ കാൽ ഒഴിഞ്ഞുകൊടുക്കാൻ തുടങ്ങി. വിട്ട്, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? തനുവിനെയും കൊണ്ട് മുറിയിലേക്ക് കയറി ഒരു കൈ കൊണ്ട് വാതിൽ ലോക്ക് ചെയ്യാനും ദത്തന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് തനു അവന്റെ നേരെ ചീറി. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ മോളെ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അവനവൾ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. പാതിരാത്രി കള്ളം കുടിച്ച് ഇവിടെ വന്ന് ഇന്ന് പേരത്തിലിറക്കാനുണ്ടല്ലോ. അവൾ അതേ ദേഷ്യത്തോടെ തന്നെ അവന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു. ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കലടി പെണ്ണും പിള്ളേ, ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ കെട്ടിയോനല്ലേ. തന്നെ നേരെ നീട്ടി അവളുടെ വിരലിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴേക്കും വേദന കാരണം അവളുടെ വായിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. അയ്യോ, എന്റെ കൊച്ചിന് വേദനിച്ചോ? എവിടെ നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവനവളുടെ കൈ പിടിച്ച് നോക്കാൻ തുടങ്ങി. കുറച്ചു നേരം നോക്കിയതിനു ശേഷം അവനവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് അവളുടെ ചൂണ്ടുവിരലിൽ അമർത്തി ചുംബിച്ചു. ഒരു നിമിഷം അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ സ്തംഭിച്ച് നിന്നുപോയി. നിങ്ങൾ എന്തീ കാണിക്കുന്നത്? അവന്റെ കയ്യിൽ നിന്ന് തന്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് അവൾ അവനെ തുറിച്ച് നോക്കി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനീ പാതിരാത്രി കള്ളം കുടിച്ചിട്ട് ഇവിടെ ഒന്ന് ബഹളം വെക്കുന്നത്? അതിനാര് ബഹളം വെച്ചു? ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് മതിലും ചാടിയാ വന്നത്. ആൾ പറഞ്ഞിട്ട് അവൻ എന്തോ വലിയ കാര്യം പോലെ മറുപടി അറിഞ്ഞു. എന്താ നിങ്ങൾ മതിലി ചാടിയോ?
അവൻ പറഞ്ഞു കേട്ട് ആളുടെ കണ്ണുകൾ തുറിച്ചു വന്നു. ആ പിന്നല്ലാണ്ട് എങ്ങനെ തീരാനാ? ഗേറ്റടക്കെല്ലാം പൂട്ടിക്കേട്ടി ബന്ദോബസ്താക്കി വെച്ചിരിക്കുമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ മതിലിയാടി. പിന്നെ പറയാതെ വയ്യ മോളെ, നിന്റെ അച്ഛൻ ആയ കാലത്ത് നല്ല ഒന്നാം തരം പുള്ളി തന്നെയായിരുന്നു. ഓ എത്ര ഈസി ആയിട്ടാണെന്നോ ആ ഒരാൾ പൊക്കുള്ള മതിൽ എടുത്തിയാടിയത്. അവൻ അത്ഭുതത്തോടെ പറഞ്ഞു കേട്ട് ആളവനെ കണ്ണുറപ്പിച്ചുകൊണ്ട് നോക്കി നിന്നു. ഇങ്ങനെ കൂർപ്പിച്ച് നോക്കല്ലേ വേണ്ടേ, എനിക്ക് കടിച്ച് തിന്നാൻ തോന്നുക. ആണല്ലോ മനുഷ്യൻ, നിങ്ങൾക്ക് പാതിരാത്രി കള്ളും കുടിച്ച് മതിലും ചാടി വന്ന് സ്ത്രീകൾ മാത്രം താമസിക്കുന്നത് വന്ന് ഇടിച്ചു കയറിയും പോരാ, വൃത്തിയോട് പറയുന്നോ? ആളവനെ പല്ലടിച്ചുകൊണ്ട് നോക്കി. എന്ത് വൃത്തിയേടാടി, നീ എന്റെ ഭാര്യയല്ലേ? എന്റെ ഭാര്യയോടല്ല പിന്നെ അയൽവകത്തെ ചേച്ചിയോടാണോ ഞാനിതൊക്കെ പോയി പറയേണ്ടത്? അതിന്റെ മുഖത്തും ചെറിയൊരു ഗൗരവം നിറഞ്ഞു. ആരുടെ ഭാര്യ? നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാ ഞാൻ എന്നാ പടി ഇറങ്ങിയത്. വാശിയോട് അവൾ പറഞ്ഞു. ഒരു നിമിഷം അവന്റെ മുഖം വാടി. എങ്കിലും അത് പുറമേ കാണിക്കാതെ അവൻ അവളെ നോക്കി ചിരിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ നീ പറയുമ്പോ ഇല്ലാതാവുന്നല്ലോ ഭാര്യാഭർത്തൃ ബന്ധം. മാത്രമല്ല ലീഗലി നീ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാ. അവൻ പറഞ്ഞു കേട്ട് അവളവനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. ഈ നോട്ടം മനുഷ്യനെ കൊല്ലാതെ കൊല്ലുന്നത്. വരിഞ്ഞു മുറുക്കി ആ ചെഞ്ചുണ്ടിലിങ്ങനെ അമർത്തിരുമാരാനാ തോന്നുന്നു. തരട്ടെ? അവളുടെ നോട്ടം കണ്ടത് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ നോക്കി ചിരിച്ചു കാണിച്ചു. കൂടുതൽ കിണിക്കല്ലേ, നിങ്ങൾ രണ്ടുപേരും ഇനി എന്തൊക്കെ പറഞ്ഞാലോ ചെയ്താലോ ഒന്നും ഞാനും എൻ്റെ അമ്മയെ ഒരിക്കലും മനക്കിലേക്ക് തിരിച്ചു വരില്ല. വെറുതെ നിന്ന് സമയങ്ങളെ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അവൻ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവളെ നോക്കി. ഓ വലിയ ജാടക്കാരി, ഞാനും എൻ്റെ അമ്മാവനിങ്ങനെ നിങ്ങളുടെ രണ്ടുപേരെയും പുറകെയാണെന്ന് കാല് പിടിക്കുന്നുണ്ടല്ലേടി. നിനക്കും നിന്റെ അമ്മയ്ക്ക് ഇത്ര ജാട? അവനൊട്ടും പുച്ഛം കുറക്കാതെ തന്നെ ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളോട് ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വാല് പോലെ നടക്കാൻ? വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത പോലെ അവളും മറുപടി പറഞ്ഞു. ആടി പാവല്ലേ, ഞങ്ങളുടെ അല്ലേ എന്നൊക്കെ കരുതി ചെയ്തു തെറ്റിന് മാപ്പും പറഞ്ഞ് നിങ്ങളുടെ രണ്ടിനെയും പിന്നാലെ നടക്കുന്ന ഞങ്ങളെ വേണം മുക്കാലിൽ കെട്ടി അടിക്കാൻ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ അവൻ്റെ അരികിലേക്ക് പാഞ്ഞു നിന്നു. അത്രയ്ക്ക് തണ്ണുണ്ടെങ്കിലേ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഇറങ്ങി പോയിക്കൂടെ ഇവിടുന്ന്? ആൾ അവനെ നോക്കി ദേഷ്യത്തോടെ അലറി. ആ പോവാടി, ഇനി എന്റെ പാട്ടിയോട് നിൽക്കും. അല്ലെങ്കിൽ തന്നെ എന്റെ സൗന്ദര്യത്തിന്റെ ഏഴയലത്ത് പോലും എത്താത്ത നിന്നെ ഇനി എനിക്ക് വേണ്ടടി. ഞാനൊന്നും നോക്കട്ടെ, ഈ മനക്കല ദേവതത്തിന് പറ്റിയ നല്ല സുന്ദരി പെൺപിള്ളേര് വേറുണ്ടോന്ന്. അതും പറഞ്ഞുകൊണ്ട് അവനവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു. അയ്യോ പിന്നെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? ഇറങ്ങി പോയിക്കൂടെ? ആളും അതേ പുച്ഛത്തോടെ തിരികെ പറഞ്ഞു. ആ പോവാ, ഇനി എന്റെ പാട്ടി പോലും പഴയടക്കില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് സോഫയിൽ കിടന്ന് മയങ്ങുന്ന സൂര്യനെയും അവന്റെ കാൽ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന രേവതിയും കാണുന്നത്. ആ കാഴ്ച അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർത്തി. അവനൊന്ന് തിരിഞ്ഞു നോക്കിയതും തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്നവളെ കണ്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ശേഷം വാതിൽ നോക്കിയതുകൊണ്ട് അവൻ അവരുടെ അരികിലേക്ക് വന്നു നിന്നു. ആ എന്തായാലും ഇന്ന് ഇത്രയും നേരെ ഇരുട്ടില്ലേ, ഇനി എന്തായാലും നാളെ പോവാം. തന്നെ തുറിച്ചു നോക്കിയിട്ട് നിൽക്കുന്നവരോടായി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗാമുറിയുടെ കട്ടിലേക്ക് കയറി കിടന്നു. ഒരു നിമിഷം അവന്റെ പ്രവൃത്തിയിൽ പകച്ചിരുന്നവൾ ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് പാഞ്ഞു നിന്നു. ഡോ നിങ്ങൾ എന്തീ കാണിക്കുന്നത്? മരിക്ക് എഴുന്നേറ്റ് അവിടുന്ന്. ആൾ പറഞ്ഞതിന് മുന്നേ ദത്തൻ അവളൊരു കൈ കൊണ്ട് പിടിച്ചവന്റെ മേലേക്ക് ഇട്ടു. വീട്ടിൽ തന്നെ ആൾ അവന്റെ കയ്യിൽ കിടന്ന കുതിരെങ്കിലും അവനവളെ ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചു വെച്ചിരുന്നു. എന്നെ വീട്ടാനല്ലേ പറഞ്ഞ്. അവന്റെ പിടിയിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് ഒച്ച ഉയർത്താൻ തുടങ്ങിയതും നിമിഷ നേരം കൊണ്ട് അവൻ ചുണ്ടുകൾ കവർന്നിരുന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. സംഭവിച്ചെന്താണെന്ന് മനസ്സിലാക്കും മുന്നേ അവനവളുടെ ചുണ്ടുകളിൽ നിന്ന് അകന്നു മാറി. നിമിഷങ്ങൾ മാത്രം നീണ്ട ചുംബനം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആള് രൂക്ഷമായി അവനെ നോക്കിയതും അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ആളെ മുറുകെ കെട്ടിപ്പിടിച്ചു. എന്നെ വിട്ടു തേവേട്ട, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ആൾ വാശിയോടെ പറഞ്ഞു. അവനോട് നെറുകയിലൊന്ന് മുത്തി. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്നല്ലേ? ആൾ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു കഴിയും മുന്നേ അവളുടെ ഇരുകവളിൽ അവൻ ചുംബനം പതിപ്പിച്ചു. നീ എന്നെ ഇഷ്ടമല്ലെന്ന് പറയുന്ന ഓരോ തവണയും എന്റെ ചുണ്ടുകൾ നിന്റെ കണ്ണിലും കവിളിലും ചുണ്ടിലൊക്കെയായി മാറി മാറി പതിഞ്ഞുകൊണ്ടിരിക്കും. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു കേട്ട് ആളവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഓഹ് അവള് വീണ്ടും തുടങ്ങി. എടീ നിന്നോട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞ എങ്ങനെ ചുണ്ടും കൂർപ്പിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കരുതെന്ന്. വെറുതെ മനുഷ്യന്റെ കൺട്രോളുകളെയാണ്. അവൻ പെരുവൃത്തവും ആൾ പെട്ടെന്ന് തന്നെ തന്റെ ചുണ്ടുകൾ വായ്ക്കുള്ളിലാക്കി. ഇല്ലെങ്കിൽ അവൻ പറഞ്ഞ പോലെ ചെയ്താലോ എന്ന ഭയം അവളിൽ തെളിഞ്ഞു. അപ്പോഴേക്കും അവനൊരു പൊട്ടിച്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. മാറ്, ഞാൻ എഴുന്നേക്കട്ടെ.
അവനോട് എതിർത്ത് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൾ സമാധാനപരമായി പറഞ്ഞു. ഈ പാതിരാത്രി നീ എഴുന്നേറ്റ് എങ്ങോട്ട് പോവാ? അടങ്ങി കിടക്കിടിയോടെ. അതും പറഞ്ഞ് അവനോളം മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കിടന്നു. ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൾ ഒരു നെടുവീർപ്പോടെ മുഖം തിരിച്ച് കിടന്നു. അതിരാവിലെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രഭാതവന്ദനം കേട്ടതും ഗാഠമായ നിദ്രയിൽ നിന്നും രേവതി കണ്ണുകൾ വലിച്ചു തുറന്നു. താൻ ആരുടെയോ മടിയിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലായതും അവൾ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ഒരു നിമിഷം മുന്നിലെ സോഫയിൽ തലയായിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന സൂര്യനെ കണ്ട് അവളൊന്ന് പകച്ചുപോയി. എങ്കിലും പതിയെ അവളുടെ മനസ്സിലേക്ക് തലേന്ന് രാത്രിയിലെ കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. സോഫയിലിരുന്ന സൂര്യന്റെ കാലൊഴിഞ്ഞു കൊടുത്തുകൊണ്ട് എപ്പോഴോ താൻ അവന്റെ മടിയിലേക്ക് തന്നെ കിടന്നുറങ്ങിയതാണെന്ന് മനസ്സിലായതും അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. അവൾ അവിടെ നിന്ന് നടന്നു പോകുന്നതും അതുവരെ കണ്ണുകൾ അടച്ചു കിടന്ന സൂര്യൻ പതിയെ കണ്ണുകൾ തുറന്ന് അവൾ പോയ വഴിയെ ഒന്ന് നോക്കി. ശേഷം ഒരു പുഞ്ചിരിയോടെ അവൾ തലവെച്ച് കിടന്ന തന്റെ ഇടതുകാൽ തുടയിലേക്ക് വിരലുകൾ ഓടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.